ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പ് 3 മോയ്സ്ചറൈസേഴ്സ് ആണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ്. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇ ആണ്. അതോടൊപ്പം തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1000 രൂപയാണ് വരുന്നത്. നമുക്ക് 900 സംതിങ് റുപ്പീസിന് ആമസോണിലും നൈക്കിലും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലൊക്കെ കിട്ടും. ഒരുപാട് ഓഫേഴ്സ് ഒന്നും എപ്പോഴും പ്രൊവൈഡ് ചെയ്യാത്ത ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. പക്ഷേ എങ്കിലും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ സൂത്തൻ ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും യൂത്ത്ഫുൾ ആക്കാനും ഡീപ്പായിട്ട് നറിഷ് ചെയ്യാനും മോയ്സ്ചറൈസിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇപ്പോൾ റെഡ്നെസ്, ഫൈൻ ലൈൻസ്, ബ്രിങ്കിൾസ്, അതോടൊപ്പം തന്നെ സ്കാസ്, ബ്ലെമിഷേഴ്സ്, പിന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് തന്നെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒട്ടും തന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കില്ല കേട്ടോ. അപ്പോൾ ഡ്രൈനെസ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അതായത് ഏജിങ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് റിഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചൂസ് ചെയ്യാൻ പറ്റിയതാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്ത് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് ഞാൻ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡായി പോകുന്നുണ്ട്, ക്വിക്കായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ ന്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് ലോഷനാണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൈസ് കുറച്ച് ഹൈ ആയതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി എൻ്റെ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. കഴിവതും ഞാൻ വേറെ മോയ്സ്ചറൈസേഴ്സാണ് വെറുതെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും കോമൺ ആയിട്ട് ഞാൻ അല്ലെങ്കിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോയ്സ്ചറൈസിങ് ലോഷൻ. ഇത് ശരിക്കും കോമ്പിനേഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഓയിലി, നോർമൽ ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾ കണ്ടല്ലോ, ലോഷൻ ബേസിലാണ് വരുന്നത്. തിക്കായിട്ടുള്ള ക്രീമി ടെക്സ്ചർ അല്ല, നല്ല രീതിക്ക് ഹൈഡ്രേഷനും ഗ്ലോയിങ്ങും അതോടൊപ്പം തന്നെ ഒട്ടും തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈയോ ഒന്നും തന്നെ ആക്കുന്നില്ല. അപ്പോൾ ശരിക്കും അമേസിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ന്യൂട്രിഡാമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ. ഇനി നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് കുറച്ച് ഒരു മേക്കപ്പ് കം സ്കിൻ കെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ പിലിഗ്രിമിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. റീസെൻ്റായിട്ട് കുറച്ചധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ പിലിഗ്രിമിൻ്റെ ഇലുമിനേറ്റിംഗ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ക്രീം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ ക്രീം പോലെ തന്നെ തോന്നും, പക്ഷേ എങ്കിലും ഒരു ലോഷൻ ബേസ് ആണ് ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത്. ഐറ്റം ഫോം ക്രീമാണ്, പക്ഷേ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്രീമി ടെക്സ്ചർ ഫീൽ ചെയ്യാറില്ല, ഒരു ലോഷൻ ബേസ് ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റോസി ഗ്ലോ ആണ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ബെസ്റ്റ് ഓഫ് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ്, അതായത് നമുക്ക് സ്കിൻ കെയറിൻ്റെ ആ ഒരു ബെനിഫിറ്റും കിട്ടും, അറ്റ് ദ സെയിം ടൈം മേക്കപ്പ് ചെയ്ത ആ ഒരു എഫക്റ്റും കിട്ടും. മറ്റൊന്നുമല്ല, ഇതിൽ ഗിൽറ്റി പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. നമുക്ക് ശരിക്കും ഒരു ഹൈലൈറ്റർ ഒക്കെ അപ്ലൈ ചെയ്ത ആ ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്. വളരെ നോൺ സ്റ്റിക്കി ആണ്, നോൺ ഗ്രീസി ആണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈലറോണിക് ആസിഡ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, പിന്നെ നോക്കുകയാണെങ്കിൽ ഷീ ബട്ടർ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷനും ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോക്സിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അടങ്ങിയിട്ടില്ല, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ന്യൂട്രിഡേം ആണെങ്കിലും പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. നമ്മുടെ സ്കിന്നിന് സേഫ് ആണ്, ഇതും നമ്മുടെ സ്കിന്നിന് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. സോ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 445 പക്ഷേ നമുക്ക് 300 സംതിങ് റുപ്പീസിനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റോസി ഗ്ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടിൻറ്റഡ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയുക, സ്റ്റോപ്പ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത ആ ഒരു സെയിം എഫക്റ്റ് കം നമുക്കൊരു ഹൈലൈറ്റർ ഒക്കെ അപ്ലൈ ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുക. അതോടൊപ്പം തന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോയ്സ്ചറൈസർ പ്ലസ് നമ്മുടെ അതായത് ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തിട്ടിടുകയാണെങ്കിൽ നല്ല ബിൽഡബിൾ ആയിട്ടുള്ള ഫുൾ കവറേജ് ആയിരിക്കും നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. പിലിഗ്രിമിൻ്റെ ഈ ഒരു ഇലുമിനേറ്റിംഗ് മോയ്സ്ചറൈസിങ് ക്രീമിൽ വന്നിട്ടുള്ളത് അതായത് ഓസ്ട്രേലിയൻ കക്കാഡോ പ്ലം ആണ്. നമുക്കറിയാം പിലിഗ്രിമിൻ്റെ ഒട്ടുമിക്ക പ്രൊഡക്റ്റിലും അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന
ഒരു പ്രൊഡക്റ്റാണ് ഓസ്ട്രേലിയൻ കക്കാഡോ പ്ലം എന്നുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്, പ്രൊഡക്റ്റ് അല്ല ഇൻഗ്രീഡിയൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ML വൈസ് നോക്കുകയാണെങ്കിൽ 30 ml ഓഫ് പ്രൊഡക്റ്റിനാണ് 400 സംതിങ് റുപ്പീസ്. ഇപ്പോൾ നമുക്ക് 300 സംതിങ് റുപ്പീസിനൊക്കെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ SPF 15 ഇൻക്ലൂഡ് ആണ് കേട്ടോ. അതായത് SPF ഫാക്ടർ എന്ന് വെച്ചാൽ സൺ പ്രൊട്ടക്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറച്ചൊരു സൺ പ്രൊട്ടക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എങ്കിലും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നുള്ള കാര്യങ്ങൾ SPF 15 ആയതുകൊണ്ട് തന്നെ. ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷനായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റർ ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടാൻ കാരണം ഇതിൽ ഗിൽറ്ററി പാർട്ടിക്കിൾസും ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലോസി എഫക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചീക്ക് ഏരിയയിലും അതോടൊപ്പം തന്നെ കോളർ ബോൺസ് ഒക്കെ ഇല്ലേ, കോളർ ബോൺസിൻ്റെ അവിടെയൊക്കെ നല്ലൊരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ പ്രൈസാണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു എന്താ പറയുക ബെനഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്. ഇതിൽ ഹൈലറോണിക് ആസിഡും വൈറ്റമിൻ സി ഒക്കെ ഉണ്ട്. സോ നമ്മുടെ സ്കിന്ന് ഡ്രൈ ഒന്നും ആക്കുന്നില്ല, നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, ഈവൻ ടോണൊക്കെ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിന് കാരണം വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആയതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ മൂന്നാമത്തെ മോയ്സ്ചറൈസർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോക്സ് സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതാണ് ഞാനിവിടെ ചൂസ് ചെയ്ത് ഈ രണ്ടെണ്ണം വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പം കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 249 രൂപയാണ്. ഇത് ശരിക്കും അമേസിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ഒരു ഫോക്സ് സ്റ്റൈലിൻ്റെ ആ ഒരു പാക്കേജിങ് കാണുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള പാക്കേജസ് ആണ്. അവരുടെ ആ ഒരു കളർ കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അല്ലേ. അതോടൊപ്പം തന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്. ട്യൂബ് ബേസ് ആണ് വരുന്നത്, ഓപ്പൺ ചെയ്യാൻ ഈസിയാണ്. നോസിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് നല്ല രീതിക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഇതും ഐറ്റം ഫോം ക്രീമാണ്, വൈറ്റ് കളേർഡാണ് വന്നിട്ടുള്ളത്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് റിഫ്രഷ്ഡ് ആക്കുന്ന ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു ഫ്രാഗ്രൻസ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും എനിക്കിതൊരു ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ് ആണോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. പക്ഷേ എനിക്കിത് അപ്ലൈ ചെയ്തപ്പം ചെറിയൊരു എന്തോ എവിടെയോ ഒരു റിഫ്രഷിങ് സ്മെല്ല് പോലെ തോന്നുന്നുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് സോഫ്റ്റ് ആക്കാനും അതോടൊപ്പം തന്നെ ഒന്ന് ഫ്രഷ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ കോക്കും ബട്ടർ ആൻഡ് നിയാസിനമൈഡ്. നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബാരിയറൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു ലൈറ്റനിങ് കോമ്പൗണ്ടൻ്റ് ആണ്. നമ്മൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ കുറേ അധികം ബെനിഫിറ്റ്സ് നിയാസിനമൈഡിനുണ്ട്. പിന്നെ ഓയിലി സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കൊക്കെ ബെസ്റ്റായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് നിയാസിനമൈഡ് എന്ന് പറയുന്നത്. അതായത് എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു നിയാസിനമൈഡിനുണ്ട്. അപ്പോൾ ഓയിൽ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൽ മെയിൻ വന്നിട്ടുള്ളത് നിയാസിനമൈഡ് പ്ലസ് കോക്കും ബട്ടർ ആണ്. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. 50 ml ഓഫ് പ്രൊഡക്റ്റിനാണ് 249 രൂപ. അത് ശരിക്കും വർത്ത് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ആ ഒരു എമൗണ്ടിന് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നമുക്ക് വർത്ത് തന്നെയാണ് ഈ ഒരു മോയ്സ്ചറൈസർ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയേണ്ട കാര്യം ഫോക്സ് സ്റ്റൈൽ പ്യുവർ ബ്ലിസ് നറിഷിംഗ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് സൂത്തൻ ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും പിന്നെ മെയിൻലി പറഞ്ഞിട്ടുള്ളത് റിവൈവ്സ് ഡൾ സ്കിൻ, അതായത് ഡൾനെസ് ഒക്കെ മാറ്റി ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് ആ ഒരു ഫൈൻ ലൈൻസ് റിങ്കിൾസ് പോലത്തുള്ള കാര്യങ്ങളൊന്നും വരാണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷനും ഗ്ലോയിങ്ങും ഒക്കെ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ല മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ AM ആൻഡ് PM റുട്ടീനിൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് ടോണർ ഓർ സിറം അപ്ലൈ ചെയ്യുക, അതിനുശേഷം വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഫേസ് മാത്രമല്ല നമ്മുടെ നെക്ക് ഏരിയയും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഫോക്സ് സ്റ്റൈലിലെ ഈ ഒരു പ്യുവർ ബ്ലിസ് മോയ്സ്ചറൈസർ നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അൺഈവൻ സ്കിൻ ടോൺ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഈവൻ ടോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഡാർക്ക് സ്പോട്ടൊക്കെ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡാർക്ക് സ്പോട്ടൊക്കെ നമ്മൾ ഡെയിലി ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഫെയ്ഡായി പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് പറയേണ്ടത്, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ക്വിക്കായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നോൺ ഗ്രീസി ആണ്, നോൺ സ്റ്റിക്കി ആണ്, ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൾ ആയിട്ടുള്ള സ്കിന്നൊക്കെ മാറ്റിയിട്ട്
നല്ല രീതിക്ക് ഡൾനെസ് ഒക്കെ മാറ്റി റിഫ്രഷ്ഡ് ആക്കാനും യൂത്ത്ഫുൾ ആക്കാനും ഡീപ്പായിട്ട് നറിഷ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആണ്. ഇത് വാങ്ങിച്ചാൽ യാതൊരുവിധ ബ്രേക്ക് ഔട്ട്സോ സൈഡ് എഫക്ട്സോ ഒന്നും തന്നെ ഇല്ല. ഇത് എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഹോണസ്റ്റ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇപ്പം നമുക്ക് 200 സംതിങ് രൂപയെന്നൊക്കെ പറഞ്ഞാലും ഒരു 240 അല്ലെങ്കിൽ 100 സംതിങ് റുപ്പീസിനൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതായത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്, നൈക്കയിലൊക്കെ. അപ്പോൾ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇന്ന് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ള ഈ 3 മോയ്സ്ചറൈസേഴ്സും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ്. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഡിഫറൻസ് കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ബെനിഫിറ്റ്സിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇത് 3ഉം അഫോർഡബിൾ ആണോ എന്ന് നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഈ ന്യൂട്രിഡേമിൻ്റെ മാത്രമേ ഉള്ളൂ സ്റ്റോർ ചെയ്യേണ്ടത് ബിലോ 30°C. ബാക്കി രണ്ടും കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ, അതായത് റൂം ടെമ്പറേച്ചറിൽ സേവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിലൊന്നും കൊണ്ടുവയ്ക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ.